ഓണത്തിൻ്റെ അന്ന് വ്ളോഗ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് എടുത്തു തുടങ്ങിയ വീഡിയോസ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ. പക്ഷേ എടുത്തു വന്നപ്പോൾ കുറേ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. കാരണം എൻ്റെ കയ്യിൽ കുറച്ച് ക്ലിപ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇനി വ്ളോഗൊന്നും ഇടുന്നില്ല എന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്തതല്ലേ, ഇനിയിപ്പോൾ ഷോർട്സ് ആയിട്ടെങ്കിലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ് കേട്ടോ. ഇത് ഉത്രാടത്തിൻ്റെ അന്നാണ്. അന്ന് രാവിലെ അച്ഛൻ്റെ ഫ്രണ്ട്സിന് ഇതേപോലെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും കേട്ടോ. അങ്ങനെ ചിപ്സ്, പായസം, ശർക്കര വരട്ടി, പഴം, അവൽ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കും. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ അമ്മമ്മയുടെ വീട്ടിലാണോ പോകണ്ടായിരുന്നത്. അമ്മയുടെ വീട്ടിലെത്തി അമ്മമ്മയ്ക്ക് പിന്നെ ഓണത്തിനെടുത്ത മുണ്ടൊക്കെ കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. ഒരു മുണ്ടും ബ്ലൗസും എടുത്തിട്ടുണ്ടായിരുന്നു, ബ്ലൗസ് പീസും. അത് രണ്ടും കൊടുത്തു. അവിടെ നിന്നിട്ട് കുറച്ചേരം ഇരുന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. ഇവിടെ പോണ വഴിയിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. ഇതിപ്പോൾ ഓണത്തിൻ്റെ നെക്സ്റ്റ് ഡേ കേട്ടോ, തിരുവോണത്തിൻ്റെ അന്നാണ്. അപ്പോൾ രാവിലെ നീറ്റപ്പോൾ അമ്മ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണു. കാളന്, ഉപ്പേരി, അവിയൽ, പിന്നെ പുളിയിഞ്ചി, പിന്നെ മീൻ വറുക്കേണ്ടത് ഞാനായിരുന്നു. അപ്പോൾ മീനിൽ മസാല ഒക്കെ തേച്ചു. അതിനുശേഷം മീനൊക്കെ വറുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാനുള്ള പണിയിലാണ്. ഇതാ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ, ഓണസദ്യ. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാണ്ടായിരുന്നു. എന്തായാലും ഒരുങ്ങിയതല്ലേ, അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം പിന്നെ നേരെ സനുവിൻ്റെ വീട്ടിൽ പോയിട്ടോ. സനുവിൻ്റെ വീട്ടിൽ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാനൊരു രാവിലെ കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ എത്തി ഡ്രസ്സൊക്കെ മാറി. അവിടെ നിന്ന് ഇതേപോലെ നമ്മൾ രാത്രി സിനിമയ്ക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് 7:15 ഷോ ഉണ്ടായിരുന്നു. നമ്മൾ ലോക സിനിമ കാണാനായിട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളി മൂവി ആയിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചതാ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഓണം ഉണ്ടായിരുന്നു കേട്ടോ.